ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ദയാസാഗര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായൊരു ചൈതന്യം യേശുവിൻ്റെ നാമത്തിൽ വർഷിക്കണമേ എന്ന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകം 51 സങ്കീർത്തനം, അതിൽ 11 വാക്യം, 51 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായി പാപം ചെയ്ത് അവിടുത്തെ സന്നിധിയിൽ അവിശ്വസ്തയോടെ പെരുമാറി ഹൃദയം നുറങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഇത്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദൈവപൈതലിനും, പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദിവസവും അനേകം പ്രാവശ്യം ആവർത്തിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങയുടെ സന്നിധിനെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത് എന്നുള്ളത്. ഇതിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അപജയത്തിൻ്റെ ആഴവും തകർച്ചയുടെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ ദാവീദിനോട് ദൈവമായ കർത്താവ് കാണിച്ച കരുണയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ 6 തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് സാമുവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സാമുവേൽ 2 പുസ്തകം 11 അധ്യായത്തിൽ 1 വാക്യത്തിലാണ്. വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും യുദ്ധത്തിനയച്ചു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകേണ്ട രാജാവ് ഇതാ അവൻ്റെ ജീവിതത്തിൽ അലസത വന്നു. ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണതയെക്കുറിച്ച് മങ്ങലേറ്റു. ഇന്നിതാ സൈന്യാധിപന്മാരെ, സേവകരെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ട് ഇപ്പോൾ ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വിശ്രമിക്കുകയാണ്. അലസത എന്ന ഒരു മൂല പാപം ദാവീദിൻ്റെ ജീവിതത്തിൽ വരികയാണ്. ഈ അലസത കൂടുതൽ ഗൗരവമായി തീരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനം എല്ലായ്പ്പോഴും യുദ്ധത്തിന് പോകുന്നത്. ആ വാഗ്ദാന പേടകത്തിന് ചുറ്റും നടന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇതിലേറെയും ഞാൻ നിന്നതിനാകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ ദാവീദ് രാജാവ് ഇതാ വാഗ്ദാന പേടകം സേവകന്മാരുടെ കൈവശം കൊടുത്തു വിട്ടിട്ട് അതിനെ സംരക്ഷിക്കേണ്ട ദാവീദ് ഇപ്പോൾ ഇതാ അലസനായി കൊട്ടാരത്തിൽ കഴിയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദൗത്യങ്ങളിൽ ഒരു ഉദാസീനത വന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ അശ്രദ്ധ വന്നു. ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണത, ആദ്യമുണ്ടായിരുന്ന ഒരു ഉണർവ് അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാതായി. അലസത ഈ ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. അതാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന ഒന്നാമത്തെ ഒരു അപജയം. രണ്ടാമത്തെ ഒരു അപജയം സാമുവേലിന്റെ 2 പുസ്തകത്തിൽ 11 അധ്യായം 2 വാക്യത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നു. അവൻ കൊട്ടാരത്തിൻ്റെ മട്ടുപാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. കണ്ണുകളിലൂടെയുള്ള പാപം അവൻ്റെ ജീവിതത്തിൽ വന്നു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന വചനം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അലസതയിൽ നിന്ന് അവൻ ആസക്തിയിലേക്ക് വീണു പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോസിയ 5:4 വചനപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത വിധം അടിമത്തത്തിലാക്കുന്ന വ്യഭിചാര ദുർബോധത്തിൻ്റെ ഒരു അടിമത്തം ഇതാ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വരികയാണ്. അവൻ കണ്ണുകളിലൂടെ ആസക്തിയോടെ പാപം ചെയ്യുന്നു, വ്യഭിചാരം തിന്മയിലേക്ക് പോകുന്നു. ഒന്നാമത്തേത് വാഗ്ദാന പേടകത്തിൽ അവൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോൾ ഇതാ വാഗ്ദാന പേടകം ഇരിക്കുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവന് തിരികെ ചെല്ലാൻ പറ്റാത്ത വിധം ഒരു പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ദാവീദ് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അപജയം. ആസക്തിയോടെയുള്ള അവൻ്റെ കാഴ്ചകൾ അവൻ്റെ അഭിഷേകത്തെ ചോർത്തി കളഞ്ഞു.
മൂന്നാമത്തെ ഒരു മേഖല സാമൂഹ്യ 2 പുസ്തകം 11 അധ്യായത്തിൽ 4 വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, അവൻ ആസക്തിയോടെ നോക്കിയ സ്ത്രീയെ പാപം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരികയാണ്. വ്യഭിചാരം എന്ന പ്രവൃത്തിയിലേക്ക് അവൻ്റെ ജീവിതം കടന്നു പോവുകയാണ്. അലസതയിൽ നിന്ന് ആസക്തിയിലേക്കും, ആസക്തിയിൽ നിന്ന് വ്യഭിചാരം എന്ന പ്രവൃത്തിയിലേക്കും അവൻ വീഴുന്നു. അവൻ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന വചനപ്രകാരം പാപത്തിനെ പ്രേരിപ്പിക്കുന്ന പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് ദാവീദ് രാജാവ് വീണുപോയി. അതവൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ അപജയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തി ഇപ്പോൾ ഇതാ ദൈവാത്മാവിനോട് മല്ലടിക്കുന്ന പാപത്തിൻ്റെ ആത്മാവിൻ്റെ അധിനിവേശത്തിലായി ദൈവാരൂപിയിൽ നിന്ന് ഏറെ കാലം അവൻ അകന്നുപോയി. മൂന്നാമത്തെ തിന്മ, അവൻ വ്യഭിചാരം എന്ന തിന്മയിലേക്ക് വീണു പോകുന്നു. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ നാലാമത്തെ ഒരു അപജയത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അത് 2 സാമുവേൽ 11:8 അവൻ കപടതയോടെ പെരുമാറുകയാണ്. അവൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായി ബേത്ശബ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കാതെ അവൻ അത് ഊറിയാവിൻ്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി അവൻ കപടതയോടെ പെരുമാറുന്നു. യുദ്ധക്കളത്തിൽ 100% വിശ്വസ്തയോടും ആത്മാർത്ഥതയും യുദ്ധം ചെയ്തിരുന്ന ഊറിയാവിനെ യുദ്ധത്തിനിടയ്ക്ക് ലീവില്ലാത്ത സമയത്ത് ലീവ് കൊടുത്ത് അവൻ വിളിച്ചു വരുത്തി ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. പുറമേ നോക്കുമ്പോൾ മാനുഷിക രീതിയിൽ വളരെ സന്മനസ്സുള്ള രാജാവ്, വളരെ മനുഷ്യപ്പറ്റുള്ള രാജാവ്, കരുണയുള്ള രാജാവ്. പക്ഷേ അവൻ്റെ കരുണയുടെ പ്രവൃത്തിയുടെ പിന്നിൽ അവൻ്റെ കപടത അത് ദൈവം കണ്ടു. ദൈവം മാത്രമേ അത് കണ്ടുള്ളൂ. കപടതയോടെ പെരുമാറുന്ന ദാവീദ് രാജാവ്. തുടർന്ന് 5-ാമത്തെ ഒരു പ്രത്യേകത, അത് 2 സാമുവേൽ 11:15 നമ്മൾ കാണുന്നത്. അവൻ്റെ കപടതയും ഗൂഢാലോചനയും വിജയിക്കാതെ വന്നപ്പോൾ അവൻ കൊലപാതകത്തിന് വേണ്ടി ഗൂഢാലോചന ഉണ്ടാക്കുകയാണ്. വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യൻ്റെ സന്നിധിയിലും വ്യാപരിക്കുന്ന ഊറിയാവെന്ന വിശ്വസ്തനായ ദാസനെ ഗൂഢാലോചന ചെയ്ത് മനഃപൂർവ്വം കൊല ചെയ്യാൻ വേണ്ടി കുടില തന്ത്രം ഉണ്ടാക്കുന്ന ദാവീദ് രാജാവ്. ഒരു കാലത്ത് സാവൂൾ രാജാവിനാൽ വേട്ടയാടപ്പെട്ടതിൻ്റെ ഓർമ്മകളൊക്കെ ഇന്നിതാ ദാവീദിൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. അവൻ്റെ മേൽ അധികാരം വന്നു, അവന് സമ്പത്തായി, അവന് പ്രതാപമായി, അവന് കഴിഞ്ഞ കാലങ്ങൾ മറന്നു. ഇതാ തൻ്റെ ദാസനായ ഭൃത്യനായ വിശ്വസ്തനായ സൈന്യത്തിലെ ഏറ്റവും നല്ല ഒരു പടയാളിയായ ഊറിയാവിനെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ കുരുതി കൊടുക്കുകയാണ്. അതിനുവേണ്ടി അവൻ ഗൂഢാലോചന നടത്തുന്നു. നമുക്കറിയാം, പെട്ടെന്നുണ്ടാകുന്ന കൊലപാതകങ്ങളും പ്ലാൻ ചെയ്തുള്ള കൊലപാതകം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ദാവീദ് രാജാവിത ബോധപൂർവം മനഃപൂർവ്വം ഗൂഢാലോചന ചെയ്ത് ഈ ഊറിയാവിനെ കൊല ചെയ്യുകയാണ്. ഗൂഢാലോചന നടത്തുന്നു. കൊലപാതകം എന്ന തിന്മ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വരികയാണ്. അതുകൊണ്ട് തീരുന്നില്ല. 6-ാമത്തെ ഒരു പ്രത്യേകത ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, വിധവയായ ബേത്ശബയെ ദാവീദ് സ്വീകരിക്കുകയാണ്. ദേശത്തെ മനുഷ്യരുടെ മുമ്പിൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവിനെ കുറിച്ച് കുറേയും കൂടെ സൽപ്പേര് വരുന്നൊരു കാര്യമാണത്. ഇതോ തൻ്റെ ഒരു ഭടൻ കൊല്ലപ്പെട്ടപ്പോൾ, ഒരു സൈന്യത്തിലെ ഒരു സേവകൻ കൊല്ലപ്പെട്ടപ്പോൾ അവൻ്റെ വിധവയായ ഭാര്യയെ സ്വീകരിച്ച് കരുണ കാണിക്കുന്ന ദാവീദെന്ന് ജനം ദാവീദിനെ പുകഴ്ത്തി പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തിയുടെ പിന്നിലുള്ള കുടിലത ദൈവമായ കർത്താവ് മാത്രമേ കണ്ടുള്ളൂ. അവൻ്റെ മനസ്സിലെ ദുഷ്ടത ദൈവം മാത്രമേ കണ്ടുള്ളൂ. മനുഷ്യൻ ദാവീദിൻ്റെ ദുഷ്ടതയെപ്പോലും നന്മയാണെന്നാണ് കരുതിയത്. ദാവീദിനെ ജനം അംഗീകരിച്ചു. വിധവയെ സ്വീകരിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്ന ദാവീദ് രാജാവ്. 6 പാപങ്ങൾ ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈ പാപങ്ങളിൽപ്പെട്ട വ്യക്തിയുടെ പ്രത്യാഘാതം എന്താണ്, പാപത്തിൻ്റെ ശിക്ഷ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആഹാബിനും ജസബലിനും സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ ദാവീദ് ചെയ്തതിനേക്കാൾ ഗൗരവമായ പാപമൊന്നുമല്ല ആഹാബും ജസബലും ചെയ്തത്. പക്ഷേ ഈ ആഹാബിൻ്റെയും ജസബലിൻ്റെയും ജീവിതത്തിൽ ദാരുണമായ ദുരന്തം വരുന്ന രീതിയിൽ, ദാരുണമായ അന്ത്യം വരുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ക്രോധം അവർക്കെതിരെ ആഞ്ഞടിച്ചു. എന്നാൽ അതിനേക്കാൾ ഗൗരവമായ പാപം ചെയ്ത ഈ ദാവീദ് രാജാവ് ആ പാപത്തിൻ്റെ ഒരു ശിക്ഷയിൽ നിന്ന്
ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ ഈ ദാവീദിനോട് ദൈവം കരുണ കാണിക്കുകയാണ്. അവൻ്റെ വംശത്തിൽ, അവൻ്റെ കുടുംബത്തിൽ അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായെങ്കിലും ആത്യന്തികമായി ദൈവസന്നിധിയിൽ നിന്ന് ദാവീദ് രാജാവ് തിരസ്കൃതനാകുന്നില്ല. 51 സങ്കീർത്തനം 11 വാക്യത്തിൽ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് നിലവിളിച്ച ദാവീദിൻ്റെ മേൽ പിന്നീട് ദൈവമായ കർത്താവ് കൊടുക്കുന്ന കൃപകളെ മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം ദൈവം തകർന്ന ഒരു വ്യക്തിയെ പടുത്തുയർത്താൻ, ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ആ വ്യക്തി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് 7ഓളം അനുഗ്രഹങ്ങൾ ചൊരിയുകയാണ്. അതിലൊന്നാമത്തത് മത്തായിയുടെ സുവിശേഷം 1-6 തിരുവചനത്തിലാണ്. ദാവീദിൻ്റെ പേര് യേശുവിൻ്റെ വംശാവലിയിൽ ദൈവമായ കർത്താവ് ചേർത്ത് വയ്ക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷകനായ യേശു പിറക്കുമ്പോൾ ആ യേശുവിൻ്റെ വംശാവലിയിൽ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പാപത്തിൽ വീണുപോയ ദാവീദിൻ്റെ പേര് ചേർത്ത് വെക്കാൻ മാത്രം ഉദാരത കാണിക്കുന്നതിനാണ് നമ്മുടെ ദൈവം. മത്തായി 1:6 വചനം പഠിപ്പിക്കുന്നു, ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു എന്ന്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, മത്തായിയുടെ സുവിശേഷം 1:20 വാക്യത്തിൽ യേശുവിൻ്റെ വളർത്തുപിതാവായ യോസേഫ് പിതാവിനെ ദൂതൻ അഭിസംബോധന ചെയ്യുമ്പോൾ ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നീതിമാനായ ജോസഫ് എന്നാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് എന്ന് വിളിച്ചാൽ മതി. വേറെയും ദൂതൻ വിളിക്കാൻ ഒത്തിരിയേറെ അഭിസംബോധന നല്ല വാക്കുകളുണ്ട്. പക്ഷേ അതൊന്നുമല്ല ദൂതൻ വിളിക്കുന്നത്. ദൂതൻ പ്രത്യേകം ദൈവത്തിൻ്റെ കൽപ്പനയാൽ യോസേഫ് പിതാവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന്. ഒരു കാലത്ത് ഇടറിപ്പോയവൻ, ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരെ പാപം ചെയ്തവൻ, അവൻ്റെ വംശത്തിൽ പിറന്ന അവൻ്റെ പുത്രനായ ജോസഫ് എന്ന് യോസേഫ് പിതാവിനെ അഭിസംബോധന ചെയ്യുന്ന ദൂതൻ. മൂന്നാമത്തെ പ്രത്യേകത, ലൂക്കായുടെ സുവിശേഷം 2-11 വാക്യത്തിൽ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ആ രക്ഷകൻ പിറന്നിരിക്കുന്നു. ദാവീദിൻ്റെ പേര് മാത്രമല്ല, അവൻ പിറന്ന പട്ടണത്തെ പോലും മഹത്തരമാക്കുവാൻ കരുണ കാണിക്കുന്ന ദൈവം ദാവീദിൻ്റെ മേൽ തൻ്റെ കൃപ ചൊരിയുകയാണ്. നാലാമത്തെ ഒരു ബ്ലെസ്സിങ് ഈ ദാവീദിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അത് നടപടി പുസ്തകത്തിൽ 13 22 വാക്യത്തിലാണ്. വചനപ്രകാരം പഠിപ്പിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരിയേറെ അപജയം വന്ന് ദൈവത്തിനെതിരെ പ്രവർത്തിച്ച്, ദൈവകൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ച വ്യക്തി, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് ഹൃദയം തുറങ്ങി നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ദാവീദിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താനും മാത്രം ദൈവം മനസ്സാവുകയാണ്. അഞ്ചാമത്തെ ഒരു പ്രത്യേകത, അത് 2 സാമുവേൽ 7:15 നമ്മൾ പ്രകാരം വായിക്കുന്നു, അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം പിൻവലിക്കുകയില്ല. ഒരിക്കലും അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വംശത്തെ, അവൻ്റെ ജീവിതത്തെ കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കുകയാണ്. ആറാമത്തെ ഒരു പ്രത്യേകത ഈ ദാവീദിൻ്റെ മേൽ കർത്താവ് കൊടുക്കുന്നത് 2 സാമുവേൽ 7:16 നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അങ്ങയുടെ സന്നിധിയിൽ തള്ളിക്കളയരുത് നിലവിളിച്ചവരോട് ദൈവം പറയാണ്, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന്. അത്രയും കരുണ ചൊരിയാനും മാത്രം കരുണാവാരുതിയാണ് നമ്മുടെ ദൈവം. നമ്മൾ തിരിച്ചറിയണം. ദാവീദിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന്. തീർന്നില്ല. ദാവീദിന് ശേഷം സോളമൻ രാജാവായി വരുമ്പോൾ 1 രാജാക്കന്മാർ 11:12 സോളമൻ്റെ ജീവിതത്തിൽ ചില പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ ദാവീദിനെ ഓർത്തിട്ട് ദൈവമായ കർത്താവ് സോളമനോട് കരുണ കാണിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നു, എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഞാൻ ഇത് ചെയ്യുകയില്ല. ദാവീദിന്റെ പുത്രനായ സോളമൻ അവിശ്വസ്തത കാണിക്കുമ്പോൾ പോലും കരുണ കാണിക്കാൻ വേണ്ടി ദൈവം ഓർക്കുന്നത് ദാവീദിനെ ഓർത്തിട്ടാണ്. ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയായ, അവിടുത്തെ സന്നിധിനെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ച ദാവീദിനെ ഓർത്ത് പുത്രന് പോലും കരുണ കാണിക്കുന്ന ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് വീണവൻ അനുദപിക്കുമ്പോൾ
പാപത്തിൽ അകപ്പെട്ടു പോയവൻ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചാൽ എത്രത്തോളം അവിടുന്ന് കരുണ കാണിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ബോധ്യം ഉറപ്പിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയർ ഗ്രൂപ്പിൽ 1182 പാരഗ്രാഫിൽ വിശുദ്ധ ഫൗസ്റ്റിനോട് ഈശോ പ്രകാരം പറഞ്ഞു, ഒരാത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശവും. എല്ലാ ആത്മാക്കളെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആഴമളക്കാനാവാത്ത എൻ്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക. കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എൻ്റെ കരുണയുടെ പ്രവാഹം ഒരാളെ പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരുണയും കൃപയും ആവശ്യമുള്ള എല്ലാ മേഖലകളും കർത്താവിന് സന്നിധിയിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈ സമയം കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവേ, ഒരിക്കലും ഞങ്ങൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവേ, വീണവൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരാൻ വേണ്ടി, അങ്ങേ ഉപേക്ഷിച്ചവർ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ പരിപൂർണമായി അറിയുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ളത് ഈ ലോകം കൊണ്ട് കടന്നു പോകും. വെളിപാടിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു, ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്, എന്നാൽ നീ മൃതനാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ നന്നായി വിചാരിക്കുമ്പോഴും നമ്മളെക്കുറിച്ച് ലോകം നന്നായി പറയുമ്പോഴും ദൈവം നമ്മളെ നോക്കി നീ മൃതനാണ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ അംഗീകാരവും ലോകത്തിൻ്റെ പ്രശംസയും കടന്നു പോകും. ഇന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ജീവിതത്തിൽ നാഥാൻ പ്രവാചകം വന്ന് ദൈവത്തിൻ്റെ ദൂത് പറയുന്നിടം വരെ ദാവീദ് വിചാരിച്ചിരുന്നത് അവനിപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായി ജീവിക്കുന്നതിനായിരുന്നു എന്നുള്ളതാണ്. ഒരു വേള നാഥാൻ പ്രവാചകൻ വന്ന് കർത്താവിൻ്റെ ദൂത് പറഞ്ഞപ്പോഴാണ് അവൻ്റെ ഹൃദയം നുറങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വചനം, ദൈവത്തിൻ്റെ ദൂത്, ഏതെങ്കിലും ശുശ്രൂഷയിൽ നമ്മളെ സ്പർശിക്കുന്നത് വരെ ദാവീദിനെ പോലെ നമ്മൾ മൂഢസ്വർഗത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ നന്നായി ചെയ്യുന്നു, മറ്റുള്ളവരെക്കുറിച്ച് നന്നായി പറയുന്നു, ഞാൻ മറ്റുള്ളവരൊക്കെ ഭേദമാണ് എന്ന ചിന്തയാണ്. എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ അവിടുന്ന് കാണുന്നത് പോലെ ഞങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ ദുർഭകാവസ്ഥയെക്കുറിച്ച് അവിടുന്ന് എന്ത് മനസ്സിലാക്കുന്നോ അതുപോലെ ഞങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. കരുണയാ
നൽകപ്പെടുന്ന സമയത്ത് രണ്ട് കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ദുർഭകാവസ്ഥകളെയും കർത്താവിന് കൊടുത്ത് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി സ്വരം ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, തകർന്നവരുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. പാപത്തിൽ വീണവരുടെ മേൽ കൃപ ചൊരിയണമേ കർത്താവേ. മനസ്സ് തകർന്നവരുടെ മേൽ ആശ്വാസത്തിന്റെ ദൂത് അയക്കണമേ കർത്താവേ. ഈശോയേ, ഈശോയേ.